സംഘപരിവാറിന് സ്വീകാര്യനായ അമിത്ഷായുടെ വേണ്ടപ്പെട്ടവനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കേന്ദ്ര ഡെപ്യൂട്ടേഷനോട് വാക്കി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണ്? ഇത് സാധാരണ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിനെ കുറിച്ച് പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ പിണറായി വിജയന്റെ പോലീസ് സംവിധാനവുമായി ഉണ്ടാകുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. രവത ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യന് കേരളത്തിലെ ജനങ്ങൾക്കിടയിലുള്ള വളരെ മോശമായ ഒരു ഇമേജ് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം റവാഡ ചന്ദ്രശേഖർ എന്ന് ഉച്ചരിച്ച് പഴയ കൂത്തുപറമ്പ് സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ മാച്ചു കളയുന്നതിനുള്ള ഒരു പരിശ്രമം അതിന് പിന്നിലില്ലേ എന്ന് സംശയിക്കേണ്ടതുണ്ട്. വെടിവെപ്പിന് ഉത്തരവിട്ടത് രവത ചന്ദ്രശേഖരാണ്. ആ രവത ചന്ദ്രശേഖരെ കേരളത്തിൽ കാല് കുത്താൻ അനുവദിക്കില്ല എന്ന നിലയിലാണ് അന്നത്തെ പ്രക്ഷോഭം നടന്നത്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ആ കൂത്തുപറമ്പ് സംഭവത്തിനെ തുടർന്ന് 56 ദിവസം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ DYFI ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ജയരാജൻ പത്മനാഭൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള മൊഴിയുണ്ട്. ആ മൊഴിയിൽ രവത ചന്ദ്രശേഖരാണ് ഈ പറയുന്ന വെടിവെപ്പിന് ഉത്തരവാദി എന്ന് വളരെ കൃത്യമായി അദ്ദേഹം മൊഴി കൊടുക്കുന്നുണ്ട്. MV ജയരാജൻ അന്ന് പറഞ്ഞത് നുണയാണ്. യഥാർത്ഥത്തിൽ രവത ചന്ദ്രശേഖർ അതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിണറായി സർക്കാരിന്റെ എല്ലാ കാലത്തും ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് സംഘപരിവാറാണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട്. ഒരു MLA പോലും ഇല്ലാതെ BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് സാധാരണ പറയാറുണ്ട്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും UAPക്കെതിരായി നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുമ്പോൾ UAPയെ നിർലോഭമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനെ ആളുകൾ, ആ സംസ്ഥാന സർക്കാർ 100 കൂട്ടം കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിലും ആ സംസ്ഥാന സർക്കാരിനെ ആളുകൾ വിലയിരുത്തുന്നത്, ഒരുപക്ഷെ ആ സർക്കാരിന്റെ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയാവുന്നത് ആ സർക്കാരിന്റെ പോലീസ്, ആഭ്യന്തര വകുപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട, ആളുകളെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഇടതുപക്ഷ ഗവൺമെന്റുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ജനങ്ങൾക്കെതിരായിട്ടുള്ള ബലപ്രയോഗങ്ങളെ പരമാവധി നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ, അവർക്ക് പരമാവധി സംരക്ഷണം കൊടുക്കുന്ന രൂപത്തിൽ, നമ്മുടെ സമൂഹത്തിൽ വർഗീയ കലാപങ്ങളോ അതുപോലുള്ള സംഘർഷങ്ങളോ പരമാവധി കുറയ്ക്കാവുന്ന രൂപത്തിൽ ഒരു ജനസൗഹൃദ ജനങ്ങളോട് താല്പര്യമുള്ള ഒരു പോലീസ് സംവിധാനത്തെ നിലനിർത്താനാണ് ഇടതുപക്ഷ ഗവൺമെന്റുകൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന ഒരു കാര്യം, പോലീസിന്റെ തലപ്പത്തേക്ക് എത്തുന്ന IPS ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായി വരുന്നവരിൽ നിന്ന് ജനങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു ജോലി തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മുടെ IPS IAS നിലവാരങ്ങളൊക്കെ വരുന്നത് ഉന്നത കുലജാതരായിട്ടുള്ള കുലീന വർഗത്തിൽ നിന്നുള്ള ആളുകളാണ്. അവർക്ക് പലപ്പോഴും സാധാരണ മനുഷ്യരുടെ താല്പര്യങ്ങൾ വേണ്ടതുപോലെ സംരക്ഷിക്കാൻ കഴിഞ്ഞോളുന്നില്ല, അല്ലെങ്കിൽ അതിനവർ വലിയ പ്രാമുഖ്യം കൊടുത്തോളുന്നില്ല. പക്ഷേ ഈ കേരള സംസ്ഥാനം രൂപീകരിച്ച് ആദ്യമായി അധികാരത്തിൽ വന്ന VMSന്റെ ഗവൺമെന്റ് മുതൽ, ആ ഗവൺമെന്റിന്റെ പോലീസ് നയം മുതൽക്ക് നമ്മൾ പരിശോധിച്ചാൽ ജനങ്ങൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന, ജനങ്ങൾക്കെതിരെ ശക്തി ഉപയോഗിച്ച്, ഫോഴ്സ് ഉപയോഗിച്ച് കുതിര കയറാത്ത ഒരു പോലീസ് സംവിധാനത്തെ നിലനിർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് നായനാർ ഗവൺമെന്റ് ആയിരുന്നാലും ശരി, VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ആയിരുന്നാലും ശരി, ആ കാലത്തൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷമുള്ള പോലീസ് നയം പരിശോധിച്ചാൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് പുലർത്തേണ്ട ജാഗ്രത ഈ കാര്യത്തിൽ പുലർത്തിയോ എന്ന് പരിശോധിക്കുന്നത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന് കരുതുന്നു. കാരണം എല്ലാ മേഖലകളിലും ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സ്വഭാവവിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് പകരം ജനകീയ സമരങ്ങളെ അടിച്ചൊതുക്കിയിട്ടായിരുന്നാലും ശരി, അതുപോലെ മാവോവാദികളെ വെടിവെച്ച് കൊല്ലുന്ന കാര്യത്തിലായിരുന്നാലും ശരി, UAPയെ പ്രയോഗിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി, ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് ചതുർത്ഥിയായിരിക്കേണ്ട, ഒരു പക്ഷേ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടുകൾ പിണറായി ഗവൺമെന്റ് സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിണറായി ഗവൺമെന്റ് നയങ്ങൾക്കെതിരായി നടന്നിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങളെയൊക്കെ വലിയ തോതിൽ അടിച്ചൊതുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നതായി കാണാൻ പറ്റും. എന്താണ്, മാവോവാദികളെ ഒരു കാരണവുമില്ലാതെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ വാർത്തകൾ വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ അലൻ താഹ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി UAPയെ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ്, സാധാരണ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിനെ കുറിച്ച് പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ പിണറായി വിജയന്റെ പോലീസ് സംവിധാനവുമായി ഉണ്ടാകുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ ഏറ്റവും അവസാനത്തെ വിവാദമാണ് ഇപ്പോൾ സംസ്ഥാന DGP നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അത് പറയുമ്പോൾ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടത് പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെയൊക്കെ കാലത്ത് രവത ചന്ദ്രശേഖരാണ്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ അച്ചടിച്ചുകൊണ്ടിരുന്നത് രവത ചന്ദ്രശേഖർ എന്ന പേരാണ്. പക്ഷേ
ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് റവാഡ ചന്ദ്രശേഖർ എന്നൊരു പേരാണ്. ഈ പേരിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഉച്ചാരണത്തിന്റെ ഭാഗമായി വന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് തോന്നുന്നു. രവത ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യന് കേരളത്തിലെ ജനങ്ങൾക്കിടയിലുള്ള വളരെ മോശമായ ഒരു ഇമേജ് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം റവാഡ ചന്ദ്രശേഖർ എന്ന് ഉച്ചരിച്ച് പഴയ കൂത്തുപറമ്പ് സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ മാച്ചു കളയുന്നതിനുള്ള ഒരു പരിശ്രമം അതിന് പിന്നിലില്ലേ എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്ന് സുഹൃത്തിനോട് പറഞ്ഞു. ഞാനത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയുകയല്ല. പക്ഷെ ഞങ്ങളുടെ കാലത്ത് ഞാൻ DYFI നേതാവായിരിക്കുന്ന കാലത്താണ് ഈ കൂത്തുപറമ്പ് സംഭവം ഉണ്ടാകുന്നത്. ഞാനന്ന് DYFIയുടെ പ്രവർത്തകനാണ്, നേതാവാണ്. ആ DYFIയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ കൂത്തുപറമ്പിലെ 5 ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിൻ്റെയൊന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ സംഭവം ഉണ്ടായി. അതിനുശേഷം പുഷ്പൻ എന്ന് പറയുന്ന ഒരാള് ഒരു സഖാവ് പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ തളർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അയാൾ ഈ കഴിഞ്ഞ ദിവസം മരിച്ചു. അങ്ങനെ 6 രക്തസാക്ഷികൾ എന്ന് പറയാം കൂത്തുപറമ്പിൽ. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് കേരളത്തിൽ പ്രചരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ വെടിവെപ്പിന് നേതൃത്വം കൊടുത്തത്, ആ വെടിവെപ്പ് പ്രഖ്യാപിച്ചത് രവത ചന്ദ്രശേഖരാണ് എന്നാണ്. അതുകൊണ്ട് രവത ചന്ദ്രശേഖർക്കെതിരായിട്ട് വലിയ രോഷം അന്ന് ഈ കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു. മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഹക്കീം ബത്തേരിയെ പോലുള്ളവരുണ്ട്, ആന്റണിയെ പോലുള്ളവരുണ്ട്. അങ്ങനെ മറ്റൊരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നെങ്കിലും രവത അന്ന് DYFI എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പേര് രവത ചന്ദ്രശേഖരായിരുന്നു. വെടിവെപ്പിന് ഉത്തരവിട്ടത് രവത ചന്ദ്രശേഖരാണ്. ആ രവത ചന്ദ്രശേഖരെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന നിലയിലാണ് അന്നത്തെ പ്രക്ഷോഭം നടന്നത്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ആ കൂത്തുപറമ്പ് സംഭവത്തിനെ തുടർന്ന് 56 ദിവസം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. 56 ദിവസം ജയിലിൽ കിടക്കുക മാത്രമല്ല, കൂത്തുപറമ്പ് സംഭവത്തിലെ വെടിവെപ്പ് നടന്നതിന്റെ അന്ന് വൈകുന്നേരം മുതൽ പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനകത്ത് അതിഭീകരമായ മർദ്ദനത്തിനിരയായിട്ടുണ്ട്. ആ മർദ്ദനത്തെ തുടർന്നുണ്ടായിട്ടുള്ള പരിക്കുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്നും ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് എനിക്കിപ്പോഴും ഈ സംഭവങ്ങളൊക്കെ ഇന്നലെ സംഭവിച്ച പോലെ എൻ്റെ കൺമുമ്പിൽ ഉണ്ട്. എനിക്ക് ഒരിക്കലും അത് മറന്നു പോകുന്ന സംഭവങ്ങളല്ല. അന്ന് രവത ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളാണ് ഈ വെടിവെപ്പിന് ഉത്തരവിട്ടത്. അതുകൊണ്ട് രവത ചന്ദ്രശേഖർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നൊരു, അതൊക്കെ വെറും പ്രഖ്യാപനങ്ങളാണ്. നമ്മുടെ രാജ്യത്തിലെ IPS കേഡറിലുള്ള ഒരു മനുഷ്യൻ പോലീസ് സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് തടയാനൊന്നും DYFI പോലൊരു സംഘടന വിചാരിച്ച കഴിയുന്നതല്ല. അതൊരു ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമാണ്. അപ്പോഴും ആ ഒരു രോഷത്തോടു കൂടിയാണ് അന്ന് DYFI ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇന്ന് കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അതേ രവത ചന്ദ്രശേഖർ കേരളത്തിന്റെ പോലീസ് തലപ്പത്തേക്ക് വരുമ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പരിശോധിക്കേണ്ടത് കൂത്തുപറമ്പ് വെടിവെപ്പിനിടയായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ സ്വാശ്രയ കോളേജുകൾ, സ്വകാര്യ കോളേജുകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരന്റെ വിദ്യാഭ്യാസ അവകാശത്തെ ഹനിക്കുന്ന രൂപത്തിൽ പൊതുവിദ്യാഭ്യാസത്തെ നശിപ്പിച്ച് സ്വകാര്യ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി UDFന്റെ ഒരു സർക്കാർ ആരംഭിക്കുന്നു. അത് കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല. MV രാഘവൻ എന്ന് പറയുന്ന UDFലെ ഒരു മന്ത്രി ഈ സ്വാശ്രയ മേഖലയിൽ ഇങ്ങനൊരു കോളേജ് ഉണ്ടാക്കുന്നു. അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ സംവിധാനമാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഇത് വെച്ചു പൊറുപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് DYFI അന്ന് സമരം പ്രഖ്യാപിക്കുന്നത്. ആ സമരത്തിനെ തുടർന്ന് 6 പേരുടെ രക്തസാക്ഷിത്വം മാത്രമല്ല, കേരളത്തിൽ ആയിരക്കണക്കിന് DYFI ചെറുപ്പക്കാർക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. അവര് ദീർഘകാലം ജയിലിൽ കിടക്കുന്ന വന്നു. അതിനെ തുടർന്ന് സമരങ്ങളുടെ വേലിയേറ്റം തന്നെ കേരളത്തിലുണ്ടായി. ഒരുപക്ഷെ കേരളത്തിന്റെ ഭാവിയെ നിശ്ചയിക്കുന്ന രൂപത്തിലുള്ള കേരളം കണ്ട ഏറ്റവും വലിയ യുവജന പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു അന്നത്തെ ഈ കൂത്തുപറമ്പ് സംഭവത്തിനെ തുടർന്നുണ്ടായിട്ടുള്ള ഈ പറയുന്ന വെടിവെപ്പും തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും. അന്ന് മുന്നോട്ട് വെച്ച ഈ മുദ്രാവാക്യം അതിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ രവത ചന്ദ്രശേഖർ നമ്മുടെ DGP ആയി വരുന്നത് വലിയൊരു എന്തോ അതുമാത്രം ഒരു വലിയ പ്രശ്നമാണ് കാണേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൽ അത്തരം ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആരാണോ ഈ പറയുന്ന സ്വകാര്യ വിദ്യാഭ്യാസത്തെയും അതുപോലുള്ള സ്വാശ്രയ വിദ്യാഭ്യാസത്തെയും വിദേശ സർവകലാശാലകളെയൊക്കെ ഒരു കാലത്ത് എതിർത്തിരുന്നത്,
അത് വേണമെന്ന് പറയുന്നവരെ കയ്യേറ്റം ചെയ്തിരുന്നത്, അവരെയൊക്കെ തല്ലി ഒതുക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക്, കരിയോലൊഴിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിലേക്ക് പോയിരുന്നത്, അവിടെയൊക്കെ ഇന്ന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല, വിദേശ സർവകലാശാലകൾ ക്ഷണിക്കുന്നത് ഉൾപ്പെടെയുള്ള നയങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ഞാനതിൻ്റെ ശരിതെറ്റുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടല്ല ഇതിപ്പോൾ ഇവിടെ പരാമർശിക്കുന്നത്. അതായത് അന്നത്തെ നയം അട്ടിമുട്ടി മാറി എന്നത് ഒരു വസ്തുതയാണ്. അന്ന് പിന്നെ ഈ നയത്തിന്റെ വക്താവായി വന്നിരുന്ന MV രാഘവൻ എന്ന് പറയുന്ന മനുഷ്യനെ ജീവിതത്തിന്റെ അവസാന കാലത്ത് CPM സാംശീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് എതിർത്തിരുന്ന ഈ നയങ്ങളൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ ശക്തമായി നടപ്പിലാക്കുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ നടപ്പിലാക്കുമ്പോൾ രവത ചന്ദ്രശേഖർ എന്ന് പറയുന്ന അന്നത്തെ ഈ സംഭവത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഉദ്യോഗസ്ഥൻ തിരിച്ച് DGPയുടെ പദവിയിലേക്ക്, കേരളത്തിലെ പോലീസിന്റെ തലപ്പത്തേക്ക് വരുന്നത് ഒരു കാലത്തിന്റെ കാവ്യനീതിയാണ് എന്ന് തന്നെ നമ്മൾ ഒരുപക്ഷെ സങ്കല്പിക്കുന്നു. എല്ലാ മേഖലയിലും വന്നിട്ടുള്ള മാറ്റം, എല്ലാ മേഖലയിലും വന്നിട്ടുള്ള മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ കേരളത്തിലെ DYFIയുടേത് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പൊ പറയുന്നത് ഈ രവത ചന്ദ്രശേഖർ അല്ല വെടിവെപ്പിന് ഉത്തരവാദി എന്ന് പിന്നീട് ഉണ്ടായിട്ടുള്ള പത്മനാഭൻ കമ്മീഷൻ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രവത ചന്ദ്രശേഖരാണ് ഉത്തരവാദി എന്ന് നമ്മളങ്ങനെ ആ നിലയിൽ കാണേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, അങ്ങനെയെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരില്ലേ? അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് പരിശോധിച്ച് പോകണ്ടേ? രവത ചന്ദ്രശേഖരെ എക്സോണറേറ്റ് ചെയ്യുന്ന കമ്മീഷന്റെ റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നീട് കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് നമ്മൾ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ ഓക്കെ, അത് നമ്മൾ ഉയർത്തിപ്പിടിക്കണം എന്നാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ ഇത്തരം ഒരു നിലപാട് എല്ലാ കാര്യത്തിലും CPMോ DYFIയോ മുന്നോട്ട് വെക്കുമോ? കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതി, ആ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതിയാണെന്നും കുറ്റക്കാരനാണെന്നും കണ്ട് കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. ആ കോടതി ശിക്ഷിച്ചതിന് ശേഷം CPM പറഞ്ഞെന്താണ്? കുഞ്ഞനന്ദൻ പ്രതിയല്ല, അയാള് CPMന്റെ ഉന്നതനായ ഒരു നേതാവാണ്. ഏതൊക്കെ കോടതി എത്ര തവണ അദ്ദേഹത്തെ ശിക്ഷിച്ചാൽ പോലും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അയാളെ കുറ്റവാളിയായി കാണുന്നില്ല. ഇത് CPM മുന്നോട്ട് വെച്ചൊരു നിലപാടാണല്ലോ. അപ്പൊ അവിടെ ഈ കോടതി വിധിക്കോ അല്ലെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ടുകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള വിലയുമില്ല. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇത്തരം നിലപാടുകളൊക്കെ മാറിയും തിരിഞ്ഞും വരാം എന്നാണോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ KPCC പ്രസിഡന്റ് ആയിരുന്ന K. സുധാകരൻ എന്ന് പറയുന്ന ആള്, അയാൾ പണ്ട് നാൽപ്പാടി വാസു എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ അദ്ദേഹത്തിന്റെ ബോഡി ഗൺമാൻ വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞിട്ട് വലിയ കോലാഹലം നടന്നിട്ടുണ്ട് ഈ കേരളത്തിൽ. നാൽപ്പാടി വാസുവിനെ വെടിവെച്ചു കൊന്നത് സുധാകരന്റെ ഗൺമാനാണ്. വലിയ വാർത്തകളും വലിയ കോലാഹലങ്ങളും വലിയ പ്രക്ഷോഭങ്ങളും ഒക്കെ കേരളത്തിൽ നടന്നു. ഇത് നമ്മുടെ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയുടെ കോടതിയുടെ മുമ്പിൽ വന്നു. കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ കോടതി ഇത് പരിശോധിച്ചിട്ട് സുധാകരന് ഇതിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്നുള്ള രൂപത്തിലാണ് വിധികളൊക്കെ ഒന്നിനു പിറകെ ഒന്നായിട്ട് വിധികൾ ഉണ്ടായത്. പക്ഷേ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്നത് സുധാകരനല്ല എന്നൊരു നിലപാടിലേക്ക് വന്നു. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നും സുധാകരൻ ഈ പ്രശ്നങ്ങളുടെ പേരിൽ CPM കുറ്റപ്പെടുത്തുന്നില്ലേ? അപ്പൊ നമ്മുടെ രാജ്യത്തിലെ ഔദ്യോഗിക കോടതികളോ അല്ലെങ്കിൽ അതുപോലുള്ള അന്വേഷണ കമ്മീഷനുകളോ പറയുന്ന ഒന്നിനെ ആസ്പദമാക്കിയിട്ടാണോ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്നത്? ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് MV ജയരാജൻ എന്ന് പറയുന്ന അന്നത്തെ കണ്ണൂരിലെ DYFIയുടെ ജില്ലാ സെക്രട്ടറി, അന്ന് അദ്ദേഹം കണ്ണൂരിലെ DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ആ DYFI ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ജയരാജൻ പത്മനാഭൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള മൊഴിയുണ്ട്. ആ മൊഴിയിൽ രവത ചന്ദ്രശേഖരാണ് ഈ പറയുന്ന വെടിവെപ്പിന് ഉത്തരവാദി എന്ന് വളരെ കൃത്യമായി അദ്ദേഹം മൊഴി കൊടുക്കുന്നുണ്ട്. MV ജയരാജൻ അന്ന് പറഞ്ഞത് നുണയാണ്, യഥാർത്ഥത്തിൽ രവത ചന്ദ്രശേഖർ അതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സഖാക്കളുടെ ജീവിതം വെച്ച് നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ, സമരങ്ങളിൽ ഇത്തരമൊരു നിലപാടിലേക്ക് എങ്ങനെയാണ് CPM പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്താൻ കഴിയുന്നത്, നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അത് വരുമ്പോഴാണ്
നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരുപക്ഷെ കേരളത്തിൽ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയുള്ള ഇടതുപക്ഷമെന്ന് വിളിപ്പേരിന് ഈ സംവിധാനം അർഹമല്ലാതായി പോകുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുക. അങ്ങനെ പോകുമ്പോൾ ഇന്നിപ്പോൾ രവത ചന്ദ്രശേഖർ എങ്ങനെയാണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. രവത ചന്ദ്രശേഖർ ഇപ്പോൾ കേന്ദ്രത്തിലെ അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അമിത്ഷായുടെ കീഴിലുള്ള IBയുടെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനാണ്. IB എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സംഘപരിവാറിന്റെ ഇന്നത്തെ നിലയിൽ നമുക്കറിയാലോ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ IBയുടെ തലപ്പത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തണമെങ്കിൽ തീർച്ചയായും അയാൾ സംഘപരിവാറിന് സ്വീകാര്യനായ ഒരാളാണെങ്കിൽ മാത്രമേ പറ്റൂ. സംഘപരിവാറിന് സ്വീകാര്യനായ അമിത്ഷായുടെ വേണ്ടപ്പെട്ടവനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ ഒഴിവാക്കി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണ്? അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്ന കേരളത്തിൽ അത് ഉണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങൾ എന്താണ്? നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള IPS ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നമുക്ക് ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല. അതിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. CPMന്റെ സജീവ പ്രവർത്തകന്മാരോ ഇടതുപക്ഷ നിലപാടുള്ളവരോ ഒക്കെ അവരെ പോലീസിന്റെ തലപ്പത്തേക്ക് സ്ഥാപിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിലൊന്നും അങ്ങനെയൊന്നും വാശി പിടിക്കാനും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയോ വരാം. പക്ഷെ ഇത് ഈ കേരളത്തിൽ ഈ രവത ചന്ദ്രശേഖർ പോലീസിന്റെ തലപ്പത്തേക്ക് വരുന്നത് ഒരൊറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ പറ്റില്ല. അതിന്റെ പിണറായി സർക്കാരിന്റെ എല്ലാ കാലത്തും ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് സംഘപരിവാറാണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രൂപത്തിലുള്ള സംഭവങ്ങളുണ്ട്. സാധാരണ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, അത് ഇങ്ങനെയാണ്: ഒരു MLA പോലുമില്ലാതെ ഒരു സംസ്ഥാനം BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയാറുണ്ട്. ഒരു MLA പോലുമില്ലാതെ BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് സാധാരണ പറയാറുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പോലീസിന്റെ നിയന്ത്രണം. കേരളത്തിൽ പിണറായി സർക്കാരിന്റെ എല്ലാ കാലത്തും പോലീസിന്റെ നിയന്ത്രണം സംഘപരിവാറിന്റെ കയ്യിലായിരുന്നു എന്ന് പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന ആള് പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ ഉപദേശകനായിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ഉപദേശകൻ എന്ന് പറയുന്നത് ആഭ്യന്തര മന്ത്രിക്ക്, അതായത് പിണറായി വിജയന് അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം വെക്കാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരാളെ വെക്കുന്നത്. അങ്ങനെ വെച്ച കൂട്ടത്തിൽ ഈ ഞാനീ പറയുന്ന രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി തൻ്റെ ഉപദേഷ്ടാവായി വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു ചോദ്യമാണ്. രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിൽ പോലീസ് സേനയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാലക്കാട് സിറാജുന്നീസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിക്കാനിടയാവുന്നത്. അന്ന് രമൺ ശ്രീവാസ്തവ VHFലൂടെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ലോകത്ത് നമ്മൾ കേട്ടതാണ്. അന്ന് പറഞ്ഞത് ഐ വാണ്ട് മുസ്ലിം ബോഡി. അതായത് അത്രയേറെ കൃത്യമായ ഹിന്ദുത്വ അജണ്ടകൾ ഉണ്ടായിരുന്ന, ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് രമൺ ശ്രീവാസ്തവ. അദ്ദേഹത്തിന്റെ കേസ് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, അദ്ദേഹത്തിന്റെ ക്രെഡിബിൾസ് ഒക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വേറെ ഒരുപാട് വിവരങ്ങൾ കണ്ടെത്താൻ പറ്റും. നമ്പിനാരായണൻ കേസുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ റോള്, അന്ന് സ്വീകരിച്ചിരുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് കേരളത്തിലുണ്ടായിരുന്ന വിളിപ്പേര്, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഒക്കെ പരിശോധിച്ചാൽ വളരെ ദുരൂഹമായിട്ടുള്ള പ്രവർത്തന പരിപാടികളുള്ള, സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു രമൺ ശ്രീവാസ്തവ എന്ന് കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടില്ല. അത്തരം ഒരാളെ പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി പിണറായി വിജയൻ തന്റെ ഉപദേശകനാക്കി, പോലീസ് ഉപദേശകനായി അദ്ദേഹത്തെ വെക്കുന്നുവെങ്കിൽ അതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണ്? അന്ന് ഈ കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഓർക്കണം, അതേ സമയത്താണ് ഗുജറാത്ത് കേഡറിലുണ്ടായിരുന്ന ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിന്റെ DGP ആയി വരുന്നത്. ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗുജറാത്തിൽ നിന്നുള്ള നരേന്ദ്രമോദിയുടെ ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന ആളാണ് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ സംഘപരിവാർ ബന്ധമൊന്നും വളരെ മൂടിവെക്കപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല, വളരെ ഇതായിട്ടുള്ളതാണ്. അന്ന് ആ രമൺ ശ്രീവാസ്തവയെ പോലീസിന്റെ തലപ്പത്തിരുത്തി
ഈ ലോക്നാഥ് ബെഹ്റയെ പോലീസിന്റെ തലപ്പത്തിരുക്കി രമൺ ശ്രീവാസ്തവയെ ഉപദേശകനാക്കി അന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്ത് എന്ന് നമ്മളിപ്പോൾ ഓർത്തു നോക്കുന്നത് വളരെ രസകരമായിരിക്കും. ശബരിമലയിൽ മൈക്ക് ഉപയോഗിക്കുന്നതിന് പിന്നെ എന്താണ് ഈ സംഘപരിവാറുകാർക്ക് സൗകര്യം കിട്ടുന്നത് മുതൽക്ക് നമുക്ക് എത്രയെങ്കിലും സംഭവങ്ങൾ എണ്ണി പറയാൻ പറ്റും. ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സംഭവിക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അന്ന് നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യമാണ്. രമൺ ശ്രീവാസ്തവ തൻ്റെ സർവീസ് അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു നിവൃത്തികേട് കൊണ്ട് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പോലീസ് തലപ്പത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടി വന്നതാണ്, നിവൃത്തികേട് കൊണ്ട് സംഭവിച്ചതാണ് എന്ന് വേണമെങ്കിൽ നമ്മൾ വാദിച്ചാൽ നമ്മൾ ഓർക്കേണ്ടത് ലോക്നാഥ് ബെഹ്റയെ സർവീസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു തൻ്റെ ഗുജറാത്തിലേക്ക് ലാവണത്തിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയല്ല നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്തത്. അയാളെ കൊച്ചി മെട്രോയുടെ തലപ്പത്ത് പുനഃപ്രതിഷ്ഠിച്ചിട്ട് അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ലാത്ത, അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നൈപുണ്യം അല്ലെങ്കിൽ ഒരു കഴിവ് എന്ന് ഇല്ലാത്തൊരു മേഖലയിൽ കൊച്ചി മെട്രോവും പോലീസും തമ്മിലൊരു ബന്ധവുമില്ല. പക്ഷേ ആ കൊച്ചി മെട്രോയുടെ തലപ്പത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ലോക്നാഥ് ബെഹ്റയെ പ്രതിഷ്ഠിക്കുന്നത് നമ്മൾ കാണുന്നു. അദ്ദേഹത്തിന് വലിയ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് കേരളത്തിൽ സംരക്ഷിക്കുന്നത് നമ്മൾ കാണുന്നു. എന്താണ് അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. ഇത് ആണ് കേരളത്തിലെ, അത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ഉന്നതരായിട്ടുള്ള ആളുകൾ പോലും കേരളത്തിലുള്ള പോലീസ് സംവിധാനത്തിനകത്ത് RSS പിടിമുറുക്കുന്നു അല്ലെങ്കിൽ സംഘപരിവാർ പിടിമുറുക്കുന്നു എന്ന വിമർശനം തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. നമുക്കതിനെന്തെങ്കിലും തരത്തിലുള്ള മറുപടികൾ പറയാൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല, ആ പോലീസ് സംവിധാനത്തെ ആ നിലയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓർക്കണം, ഈ കോഴിക്കോട് ജില്ലയിലാണ് പിന്നെ അലൻ താഹ എന്ന് പറയുന്ന 2 ചെറുപ്പക്കാർക്കെതിരായിട്ട് UAPA ചുമത്തുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നത്. UAPA ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ നയമല്ല. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി UAPA എന്ന് പറയുന്ന നയത്തെ അങ്ങേയറ്റം കിരാതമായ കരിനിയമമായി കണ്ട് ഒരു കാരണവശാലും അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് ശഠിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുവന്ന പുസ്തകങ്ങൾ കൈവശം വെച്ചു അല്ലെങ്കിൽ അതുപോലുള്ള എന്തെല്ലോ കാര്യങ്ങൾ കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു കുടുംബത്തിലെ ചെറുപ്പക്കാരെ UAPA ചുമത്തി തടവിലടയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് കോടതി ഇവർക്കെതിരായി കേസ് നിലനിൽക്കില്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ത് താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് UAPA അന്ന് നിന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്കിത് മനസ്സിലാവും. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും UAPക്കെതിരായി നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുമ്പോൾ UAPയെ നിർലോഭമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഒക്കെ ചെരുപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സംഘപരിവാർ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ UAPയെ പോലുള്ള നിയമങ്ങൾ നിർബാധം ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ശ്യാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെതിരായി ഒരു കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ജഡ്ജിയുടെ മകനായിട്ടുള്ള ശ്യാമിനെതിരെ, ശ്യാം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെതിരായി UAPA ചുമത്തി. ആ ചുമത്തിയത് ഈ ഗവൺമെന്റ് ആയിരുന്നില്ല. പക്ഷേ ഈ ഹൈക്കോടതി ആ ശിക്ഷ റദ്ദാക്കി. ശ്യാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ മാവോയിസ്റ്റ് പ്രസ്ഥാനവുമായി സഹകരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ ആശയത്തോട് പിന്നെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അയാളുടെ പേരിൽ UAPA ചുമത്താൻ അത് കാരണമായിക്കൂടാ. ഒരാൾക്ക് ആശയപരമായ നിലപാട് സ്വീകരിക്കുന്നത് വെച്ചിട്ട് UAPA ചുമത്താൻ പറ്റില്ല. എന്നാൽ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, രാജ്യത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയാത്തിടത്തോളം കാലം UAPA നിൽക്കില്ല എന്ന് കോടതി പറഞ്ഞ് UAPA തള്ളി. അന്ന് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തത് സുപ്രീം കോടതിയിൽ പോയിട്ട് ശ്യാം ബാലകൃഷ്ണനെതിരായിട്ടുള്ള UAPA നിലനിർത്താനുള്ള ശ്രമമാണ് നടത്തിയത്. അതായത് CPM പോലൊരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നയമല്ല, അതിന് പകരം ഈ സംഘപരിവാർ പോലുള്ള രാഷ്ട്രീയ പാർട്ടി സംവിധാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ അംഗീകരിച്ചു പോകുന്ന ഒരു സ്ഥിതി കേരളത്തിൽ നമ്മൾ കാണുവാണ്. അത് ഈ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാവുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നിസ്സാരപ്പെട്ട പ്രശ്നമല്ല. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇത്തവണ DGPയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി പിന്നെ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരാൾ MR അജിത് കുമാർ ആയിരുന്നു. MR അജിത് കുമാർ ADGP ആയിരുന്നു. ആ ADGPയെ കൂടി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് 2 ADGPമാരുടെ പേര് ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ UPSCക്ക് നിർദ്ദേശങ്ങൾ വെച്ചത്.
ആ എം.ആർ. അജിത് കുമാറിനെ പോലീസിന്റെ തലപ്പത്തേക്ക് ഉയർത്തണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ അതിരൂക്ഷമായ വിമർശനങ്ങൾ എം.ആർ. അജിത് കുമാറിനെതിരായി ഉയർന്നു വന്നിട്ടും എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിച്ച് തൻ്റെ കൂടെ നിർത്തുന്ന നിലപാട് പിണറായി വിജയൻ സ്വീകരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും. ഭരണകക്ഷിയിലെ ഏറ്റവും ഉയർന്ന റവന്യൂ മന്ത്രി രാജൻ ഉൾപ്പെടെയുള്ളവർ എം.ആർ. അജിത് കുമാറിനെതിരായി നിരന്തരമായ ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നപ്പോൾ എം.ആർ. അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് അയാൾ കുറ്റക്കാരനാണെന്ന് DGP ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പോലും എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്നു, പിണറായി വിജയൻ സ്വീകരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നൊരു പ്രശ്നമുണ്ട്. തൃശ്ശൂർ പൂരം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നങ്ങളുടെ മറവിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന സംഘപരിവാർ നേതാവിന് തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിച്ചു വരാൻ ആവശ്യമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചു എന്ന അതിഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നു. ആ ആരോപണം ഉയർന്നു വന്നപ്പോൾ അത് തൻ്റെ മന്ത്രിസഭയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായിട്ടുള്ള CPIയുടെ നേതാക്കന്മാർ പോലും വളരെ കൃത്യമായും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് നമ്മുടെ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. എം.ആർ. അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണങ്ങളെയൊക്കെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെ വലിയ തോതിൽ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഒരു തീരുമാനമാകാതെ നീട്ടിക്കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. എം.ആർ. അജിത് കുമാറിന്റെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എം.ആർ. അജിത് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ ആക്ഷേപത്തിനിരയായിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് ഔദ്യോഗിക ചാനലിലൂടെ സ്വർണം കടത്തി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട കേസിലെ ഒരു പ്രതിയുടെ വീട്ടിൽ കയറി ചെന്നിട്ട് അയാളുടെ മൊബൈൽ ഫോൺ വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ച ഒരാളാണ്. വലിയൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് അയാളുടെ കയ്യിൽ നിന്ന് രേഖകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപത്തിന് ഇരയായ മനുഷ്യനാണ്. അതിന്റെ ഭാഗമായി ചുരുങ്ങിയ ദിവസത്തേക്ക് ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. പക്ഷെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ തന്നെ പഴയതിനേക്കാൾ ഉയർന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരികയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുകയാണ്. ദത്താത്രേയ ഹൊസബളെ എന്ന് പറയുന്ന സംഘപരിവാർ നേതാവിനെ തൻ്റെ ഔദ്യോഗിക കാർ ഉപേക്ഷിച്ച് വേഷം ഉപേക്ഷിച്ച് സ്വകാര്യമായി ഒന്നിലധികം തവണ കണ്ടിട്ടുള്ള മനുഷ്യനാണ് എം.ആർ. അജിത് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ. കേരളത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംഘപരിവാറിന്റെ ദത്താത്രേയ ഹൊസബളെ പോലുള്ള അവരുടെ ഏറ്റവും ഉയർന്ന നേതാവ് സംഘപരിവാറിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹത്തെ എന്തിനാണ് തൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പോയി കാണുന്നത് എന്നുള്ള പ്രശ്നം വളരെ ഗൗരവമായി ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് ആരെങ്കിലും മറുപടി പറഞ്ഞിട്ടില്ല. ഈ ദത്താത്രേയ ഹൊസബളയെ മാത്രമല്ല റാം മാധവ് എന്ന് പറയുന്ന അവരുടെ BJPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളെയും ഇതുപോലെ തന്നെ എം.ആർ. അജിത് കുമാർ പോയി കണ്ടിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. അതും ആരെങ്കിലും പരിശോധിച്ചതായിട്ട് അതിന്റെ ഭാഗമായി നടപടി സ്വീകരിച്ച കാണുന്നില്ല. അത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ഈ സംഘപരിവാർ പോലുള്ള ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ബാധ്യതപ്പെട്ട ഇടതുപക്ഷ സർക്കാർ സംഘപരിവാറിന്റെ പരിപാടികൾ നടപ്പിലാക്കി കൊടുക്കുന്നതിനുള്ള സംവിധാനമായി കേരളത്തെ മാറ്റിയെടുക്കുന്നു എന്നുള്ള വിമർശനം വളരെ നിസ്സാരമായൊരു വിമർശനമല്ല. അത് വളരെ നമുക്ക് നിസ്സാരമായി കാണാവുന്ന ഒരു കാര്യമല്ല. ഇത് കേരളം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇടതുപക്ഷ സംവിധാനം, കേരളത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അത് നവോത്ഥാനത്തിന്റെ കാലം മുതൽക്ക് കേരളത്തിൽ ഒരു പുരോഗമന രാഷ്ട്രീയ മതനിരപേക്ഷമായ രാഷ്ട്രീയ സംസ്കാരം ഉയർന്നു വന്നിട്ടുള്ളൊരു സംസ്ഥാനമാണ്. പക്ഷേ അങ്ങേയറ്റത്തെ വേദനയോടെ നമ്മളൊന്ന് നോക്കിക്കാണുമ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് സംഘപരിവാർ രാഷ്ട്രീയവും അതുപോലെ തന്നെ വർഗീയ രാഷ്ട്രീയവും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൗകര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ നിലയിൽ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പുരോഗമന രാഷ്ട്രീയ സ്വഭാവത്തെ തന്നെ നഷ്ടപ്പെടുത്താൻ ഇടയാക്കുന്ന രൂപത്തിലേക്ക് സംഘപരിവാരനും അതുപോലുള്ള വർഗീയ പ്രസ്ഥാനങ്ങൾക്കും ഇടപെടാൻ സ്പേസ് ഉള്ള ഒരു സംസ്ഥാനമായി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു MLA പോലും ഇല്ലെങ്കിലും സംസ്ഥാനം ഭരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി BJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറുന്നത് നമ്മൾ കാണണം. അവർക്കുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ഇയാളെ കേരളത്തിന്റെ രവത ചന്ദ്രശേഖരനെ കേരളത്തിന്റെ DGP ആക്കി വെക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ മൂന്ന് പേരുകളാണ് അന്ന് ഉയർന്നു വന്നത്. നിതിൻ അഗർവാളാണ് ഒന്നാമത്തെ പേരുകാരൻ, രണ്ടാമത്തെ പേര് രവത ചന്ദ്രശേഖരാണ്, മൂന്നാമത്തെ യോഗേഷ് ഗുപ്തയാണ്. ഈ 3 പേരിൽ ഒരാളെ നിയമിക്കാനാണ് UPSC ആവശ്യപ്പെട്ടത്. നിതിൻ അഗർവാൾ എന്ന് പറയുന്ന മനുഷ്യനെ നിയമിച്ചില്ല.
നിയമിക്കാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനെ വിശേഷിച്ച് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും വിശദീകരണം നടത്തുന്നത്. ഒന്നാം പേരുകാരൻ അയാളാണല്ലോ, ഏറ്റവും സീനിയർ ആയ അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹത്തെ എന്തുകൊണ്ട് നിയമിക്കുന്നില്ല എന്ന് പറയുന്നില്ല. അതിന് വിശേഷിച്ച് കാരണങ്ങളൊന്നുമില്ല. സർക്കാർ കാരണങ്ങൾ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ കാരണങ്ങൾ പറയേണ്ടതുണ്ടാവില്ല. പക്ഷെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ളൊരു അവകാശമുണ്ട്. അവരോട് നമ്മൾ ട്രാൻസ്പെറന്റ് ആണെങ്കിൽ, സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായും അത് അവരോട് പറയാൻ പറ്റണം. നിതിൻ അഗർവാളിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം വെച്ചാൽ CPM-ന്റെ ഏതോ പ്രവർത്തകനെതിരായി കേസെടുക്കുകയോ അയാളെ തല്ലുകയോ അങ്ങനെ എന്തോ ചില കാര്യങ്ങൾ ചെയ്തതിന്റെ ഭാഗമായി ഇടതുപക്ഷ ഗവൺമെന്റിന് സ്വീകാര്യമല്ലാത്ത ഒരാളാണ് നിതിൻ അഗർവാൾ. അതുകൊണ്ടാണ് അയാളെ നിയമിക്കാത്തതെന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ ആളാണ് ഈ രവത ചന്ദ്രശേഖർ. നിതിൻ അഗർവാളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കേരളത്തിലെ CPM പോലൊരു പ്രസ്ഥാനത്തിന്, DYFI പോലുള്ള ഒരു സംഘടനയ്ക്ക് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ പ്രവർത്തനങ്ങൾക്ക് കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഒരു ഉദ്യോഗസ്ഥനെ കേരളത്തിന്റെ DGP ആയി നിയമിക്കുമ്പോൾ അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന അത് നൽകുന്ന ഒരു മെസ്സേജ്, അത് നൽകുന്ന ഒരു സന്ദേശം എത്രമാത്രം കേരളീയ സമൂഹത്തിൽ ഏറ്റവും അപകടം ഉണ്ടാക്കുന്നതായിരിക്കുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. മറ്റെന്തിനോടൊക്കെ കോംപ്രമൈസ് ചെയ്താലും ഈ കേരളത്തിലെ ഇടതുപക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇത്തരം അവസരങ്ങൾ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് ആലോചിക്കാൻ നമുക്ക് കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി അദ്ദേഹത്തെ നിയമിച്ചില്ല, അപ്പോൾ അത് മാറ്റി നിർത്തിയാൽ വേറെ നിയമനത്തിന് ചാൻസ് ഇല്ല എന്നാണ് വാദമെങ്കിൽ അങ്ങനല്ല. യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേര് കൂടി ഇവിടെ അയച്ചു കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ ആളുടെ പേര് യോഗേഷ് ഗുപ്തയാണ്. യോഗേഷ് ഗുപ്തയ്ക്കെതിരായി ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപം പറയാൻ സംസ്ഥാന സർക്കാരിനില്ല. സംസ്ഥാന സർക്കാർ നേരിട്ട് പറയുന്നില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? PP ദിവ്യ എന്ന് പറയുന്ന കണ്ണൂരിലെ CPM നേതാവിനെതിരായി അന്വേഷണം നടത്തുന്നതിന് ഉത്തരവിട്ടിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതിന്റെ വേറൊരു മലയാളം എന്താണെന്ന് ചോദിച്ചാൽ തെറ്റുകളെ തെറ്റായി കണ്ട് അതിന് മുകളിൽ സ്വതന്ത്രമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് യോഗേഷ് ഗുപ്ത എന്നാണല്ലോ. ഞാനതിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോവല്ല. PP ദിവ്യക്കെതിരായിട്ടുള്ള അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ അയാളുടെ ഈ ചെയ്യാത്ത ജോലിക്ക് പ്രതിഫലം പറ്റിയതുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സ്വകാര്യ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ അനുരോധമായി അല്ലെങ്കിൽ അതിന് കീഴ്പ്പെട്ട് ഒരു അടിമതുല്യമായി നിൽക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയില്ല എന്നതൊഴിച്ചാൽ യോഗേഷ് ഗുപ്തയുടെ പേരിൽ മറ്റ് ആക്ഷേപങ്ങളൊന്നും പറയാനില്ല. പക്ഷെ അത്തരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നിട്ട് കൂടി, അല്ലെങ്കിൽ നിതിൻ അഗർവാളിനെ പോലെ ആളുകൾ ഉണ്ടായിട്ട് കൂടി അവരെ നിയമിക്കാതെ ഈ പറയുന്ന കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവാദിയായിട്ടുള്ളതെന്ന് CPM ഇക്കാലം അത്രയും പറഞ്ഞിട്ടുള്ള ഒരാളെ നിയമിക്കുന്നത് അദ്ദേഹം കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തു നോക്കിയിട്ടല്ല, പകരം സംഘപരിവാറിന്റെ അതുപോലെ തന്നെ അമിത്ഷായുടെ ഗുഡ് ബുക്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് അവർക്ക് വേണ്ടി IB-യുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ കേരളത്തിലേക്ക് അയച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമായി നമുക്ക് കാണാൻ പറ്റില്ല.